മഞ്ഞു പൊതിച്ച ആൽപ്സ് മലനിരകളിൽ ആവേശം വിതറാൻ ഇനി 2 നാൾ കൂടി. ശൈത്യകാല ഒളിമ്പിക്സിനായി ഇറ്റലിയിലെ മിലാൻ, കോർട്ടിന നഗരങ്ങൾ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. സുരക്ഷാ സന്നാഹങ്ങൾ പൂർത്തിയാക്കി ലോകത്തെമ്പാടുമുള്ള 2000-ലധികം താരങ്ങളെ വരവേൽക്കാനൊരുങ്ങുന്ന ഇറ്റലിയിലെ അവസാനവട്ട ഒരുക്കങ്ങൾ കാണാം. ലോകത്തിന്റെ കണ്ണ് ഇനി ഇറ്റലിയിലേക്ക്. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശൈത്യകാല ഒളിമ്പിക്സ് യൂറോപ്യൻ ആൽപ്സിലേക്ക് മടങ്ങിയെത്തുകയാണ്. മിലാൻ കോർട്ടിന ഒളിമ്പിക്സിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രം. ഇറ്റലിയിലെ തെരുവുകളും മഞ്ഞു പൊതിച്ച മലനിരകളും ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. കായിക താരങ്ങളുടെയും ആരാധകരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കർശനമായ സജ്ജീകരണങ്ങളാണ് ഇറ്റാലിയൻ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡുകളെയും ബോംബ് ഡിസ്പോസൽ ടീമുകളെയും എല്ലാ ഒളിമ്പിക് വേദികളിലും വിന്യസിപ്പിച്ചു. പൊതുജന സുരക്ഷ, മയക്കുമരുന്ന് പരിശോധന, രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘങ്ങളും വിവിധ വേദികളിൽ നിരീക്ഷണം ഒരുക്കും. ഒളിമ്പിക് വില്ലേജുകളിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ എത്തിത്തുടങ്ങി. ആസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ സംഘങ്ങൾ കൊച്ചിനിയിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. 90-ലധികം രാജ്യങ്ങളിൽ നിന്നായി 2900-ഓളം താരങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. കേബിൾ കാർ നിർമ്മാണം പോലുള്ള ചില പ്രവൃത്തികൾ അവസാന നിമിഷം പുരോഗമിക്കുമ്പോഴും മത്സരാർത്ഥികളുടെ ആവേശം വാനോളമാണ്. ഫ്രീസ്റ്റൈൽ സ്കീയിങ്ങിനും സ്നോബോർഡിങ്ങിനും വേദിയാകുന്ന ലെവിഞ്ഞോയിൽ ഇപ്പോൾ തികഞ്ഞ ഒളിമ്പിക് അന്തരീക്ഷമാണ്. -14 ഡിഗ്രി തണുപ്പിലും കാണികൾ ആവേശത്തിലാണ്. സ്കീയിങ്, ഐസ് ഹോക്കി, ഫിഗർ സ്കേറ്റിംഗ് തുടങ്ങി 114 വ്യത്യസ്ത ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച സാൻ സിറോയിൽ ദീപശിഖ തെളിയുന്നതോടെ ശൈത്യകാല ഒളിമ്പിക്സിന് തുടക്കമാകും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.